ശബരി എക്സ്പ്രസ് ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയി. കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസിൽ കയറി പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്കോ കോഴിക്കോട്ടേക്കോ യാത്ര ചെയ്യുന്നവർ ഇനി ട്രെയിനിൽ ഇരുന്ന് മുഷിയേണ്ടി വരില്ല. കൃത്യസമയത്ത് ഇനി മുതൽ ട്രെയിൻ പാലക്കാടും ഷൊർണൂരും എത്തും. സമയമാറ്റം വരുത്തുന്നതിന് മുൻപ് കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസിൽ പാലക്കാട് നിന്നും ഷൊർണൂരിലേക്ക് എത്താൻ 2 മണിക്കൂറോളം വേണമായിരുന്നു. 7:55-നാണ് മംഗളൂരു എക്സ്പ്രസ് കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുക. 8-ന് കോയമ്പത്തൂരിൽ നിന്നും ഹൈദരാബാദ്, തിരുവനന്തപുരം ശബരി എക്സ്പ്രസും യാത്ര ആരംഭിക്കുന്ന വിധത്തിലായിരുന്നു സമയക്രമീകരണമുണ്ടായിരുന്നത്. 5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഇരു ട്രെയിനുകളും 9:15-ഓടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരുന്നത്. മിക്ക ദിവസങ്ങളിലും പാലക്കാട് നിന്നും ആദ്യമെടുത്തിരുന്ന മംഗളൂരു എക്സ്പ്രസ് പറളിയിലോ ലക്കിടിയിലോ നിർത്തിയിട്ട് ശബരി എക്സ്പ്രസിന് വഴി കൊടുക്കുകയായിരുന്ന പതിവ് രീതിക്കാണ് ഇതോടെ മാറ്റം വന്നത്. 9:17-ന് പാലക്കാട് എത്തിയിരുന്ന ശബരി എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ആക്കിയതോടെ 10:12-നാണ് പാലക്കാട് എത്തുക. 10:41-ന് ഒറ്റപ്പാലത്തും 11:21-ന് വടക്കാഞ്ചേരിയും എത്തും. 9:17-നാണ് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് പാലക്കാട് എത്തേണ്ട സമയമെങ്കിലും മണിക്കൂറുകൾ വൈകി ട്രെയിൻ ദിവസവും എത്തുന്നു എന്നത് കോയമ്പത്തൂർ മംഗളൂരു ട്രെയിനിലെ യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാണ്. പാലക്കാട് നിന്നും ഷൊർണൂരിലേക്ക് ബസ് മാർഗം 1 മണിക്കൂറിൽ എത്തുന്നത് ട്രെയിനിൽ 2 മണിക്കൂറോളം കാത്തിരിക്കേണ്ട ദുരിതമായിരുന്നു മുൻപുണ്ടായിരുന്നത്. നിർത്തിയിടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു കട പോലും ഇല്ലാത്തതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഷൊർണൂരിലേക്ക് രാവിലെ ട്രെയിനുകൾ കുറവായതിനാൽ മംഗളൂരു, കോഴിക്കോട് ഭാഗത്തേക്കുള്ള പല യാത്രക്കാരും ഷൊർണൂരിൽ നിന്നും ട്രെയിൻ മാറി കയറാം എന്ന ലക്ഷ്യത്തോടെയാണ് മംഗളൂരു പാസഞ്ചറിൽ കയറുന്നത്. എന്നാൽ ട്രെയിൻ പിടിച്ചിടുന്നതോടെ ഇവർക്ക് മറ്റു ട്രെയിനുകളും പലപ്പോഴും കിട്ടാതെ വരുന്നുവെന്ന യാത്രക്കാരുടെ പരാതി നിരന്തരം ഉയർന്നിരുന്നു. ശബരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആക്കി സമയത്തിൽ മാറ്റം വരുത്തിയതോടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ ഈ സമയത്ത് മറ്റു ട്രെയിനുകൾ ഇല്ലാത്തതിനാൽ 1 മണിക്കൂറോളം ശബരിക്ക് വേണ്ടി പാലക്കാട് കാത്തുനിൽക്കേണ്ടി വരും. UTV ന്യൂസ്, പാലക്കാട്.